അർജുൻ ആയങ്കിയുടെ ഭീഷണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമല്ല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഭീഷണിയെത്തി. ഇനി എന്താണ് ഉണ്ടാവുകയെന്ന് കണ്ടോളൂ എന്നാണ് അതിന് രമേശ് ചെന്നിത്തല വളരെ മൈൽഡായിട്ട് മറുപടി പറഞ്ഞത്. ആലുവ റൂറൽ SP KS സുദർശനാണ് ഈ കേസിൻ്റെ അന്വേഷണം മേൽനോട്ടം. സുദർശൻ നേരത്തെ ട്രിവാൻഡ്രം റൂറൽ SP ആയിരുന്നു. വളരെ മിടുക്കനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് IPS ഒക്കെ ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം നല്ല ഇൻവെസ്റ്റിഗേറ്ററാണ്, നല്ല ബോൾഡാണ്, വളരെ ക്ലവറായിട്ട് കാര്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ആലുവ റൂറൽ SP സുദർശൻ. അതുകൊണ്ട് സുദർശൻ്റെ മേൽനോട്ടത്തിലാണോ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ മൂവാറ്റുപുഴ DYSPക്കാണ് അന്വേഷണ ചുമതലയെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഊന്നുകൽ ഇൻസ്പെക്ടറുണ്ട്, BS ആദർശ്, അയാളുടെ കൂടെ 2 SIമാരും 6-7 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 10ഓളം പേരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഭീഷണി അടങ്ങിയ വോയിസ് ക്ലിപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് അർജുൻ ആയങ്കി പുറപ്പെടുവിക്കുന്നുണ്ട്. ഞാനിവിടെ തന്നെ ഉണ്ടടാ എന്നൊക്കെയാണ് കൂടെ വരുന്ന സന്ദേശത്തിലുള്ളത്. എറണാകുളത്തുണ്ട്. അതിനുശേഷം മറ്റൊരു വാർത്തയിൽ അയാളുടെ വോയിസ് ക്ലിപ്പിനകത്ത് കണ്ടു, ഞാൻ ഊന്നുകല്ലിൽ തന്നെയുണ്ട്. ഊന്നുകല്ലിലെ ഇൻസ്പെക്ടർ BS ആദർശ് ആണല്ലോ കേസ് അന്വേഷിക്കുന്നത്, അദ്ദേഹത്തിനെ പിടിക്കാനായിട്ട് നടക്കുന്നത്. അദ്ദേഹത്തിനും ശരിക്ക് അസഭ്യ വർഷങ്ങൾ കൊടുക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ അത് ഹൈക്കോടതി തള്ളി, ജാമ്യമില്ല. ഇനി സുപ്രീം കോടതി മാത്രമേ അഭയമുള്ളൂ. ഏതായാലും അതിനിപ്പുറം ഇയാളെ പിടിക്കപ്പെടും എന്നാണ് കരുതുന്നത്. അയാൾ എറണാകുളത്ത് തന്നെ ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും അത് മിസ്ലീഡ് ചെയ്യാൻ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചതോടുകൂടി കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് അർജുൻ ആയങ്കി കരുതിക്കോണം. കാരണം സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് നീങ്ങാനുള്ള ധൈര്യം അയാൾക്ക് എങ്ങനെ കിട്ടി എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും അധികം നാൾ ഈ വീമ്പിളക്കൽ നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ സ്ട്രോങ് ആണ്. അയാൾ ചാടി ഓടി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കാരണം വെടിവെച്ച് വീഴ്ത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇന്നലെയും പറയുന്നുണ്ട്. ഏതായാലും ഇനി ഈ ആരോഗ്യം വെച്ചുകൊണ്ട് അധികം നാൾ മുന്നോട്ട് അദ്ദേഹത്തിന് പോകാൻ ഒക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെല്ലുവിളി ആ ലെവലിലാണ്. ഇന്ത്യയിൽ അങ്ങനെ ആർക്കും എത്ര ഉന്നതനായാലും ശരി, എത്ര വലിയ ഗുണ്ടയായാലും ശരി, അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ഇന്ത്യക്കകത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ അത് നിൽക്കാൻ കഴിയില്ല. കാരണം ഇവിടെ തൻ്റെടികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള വീമ്പിളക്കൊന്നും അധികം നാളും നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയെ ബോംബെ അധോലോകമൊക്കെ വിറപ്പിച്ചവരെല്ലാവരും രാജ്യം വിട്ടിട്ട് ഇപ്പോഴും പല വിദേശ രാജ്യത്തുണ്ടെങ്കിലും അവിടുന്ന് മാറി ഓരോ രാജ്യത്ത് സഞ്ചരിച്ച് ഒളിവിക്കഴിഞ്ഞു കൂടുകയാണ് ഇപ്പോഴും അവരൊക്കെ. ഏത് സമയവും ഇന്ത്യയുടെ ആൾക്കാർ അവരെ കണ്ടെത്തും, അവരെ തൂക്കും എന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലുള്ള ചില കേസുകളിനകത്ത്, ചില പിടിച്ചുപറി കേസിനകത്ത് ഉൾപ്പെട്ട ഒരാൾ ഈ രീതിയിലുള്ള വീമ്പിളക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ സാമൂഹ്യദ്രോഹിയായ ഇയാളെ എതിരായിട്ട് ഏതായാലും മൂവാറ്റുപുഴ അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ വന്ന് തമ്പടിച്ച് 9 പേരെ അവിടുന്ന് തൂക്കിയത് വളരെ നല്ല കാര്യം. ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധരെ അടിച്ചമർത്തേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. നിയമപരമായിട്ട് അയാളെ ശിക്ഷിച്ച് സ്ഥിരമായിട്ട് ജയിലിലിടേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അതുകൊണ്ട് ഇനി എന്താണ് ഉണ്ടാവുകയെന്ന് കണ്ടോളൂ എന്നാണ് നമ്മൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളും മനസ്സിലാവും. ഇയാൾ കേരളം വിട്ടിട്ടുണ്ടാവണം എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ ടെക്നോളജിക്കലായിട്ടുള്ള വളരെയധികം രീതിയിൽ നമ്മൾ എറണാകുളത്ത് തന്നെ ഉണ്ട്, ഊന്നുകല്ലിൽ തന്നെ ഉണ്ടെന്നൊക്കെ സ്ഥാപിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള വാർത്തകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ആ രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരിക്കണം അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിൽ അയാൾ ഞാൻ ഊന്നുകല്ലിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് അതൊന്നും നടക്കില്ല. അയാൾ കേരളം വിട്ടുപോയിരിക്കാനാണ് സാധ്യത. വേറെ എവിടെയോ ഹൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ തന്നെ നമ്പറിൽ അത് റിലേ ചെയ്ത് ആയിരിക്കണം ഈ ഭീഷണി മുഴക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇയാൾ അകത്താകും എന്ന് തന്നെയാണ് കരുതുന്നത്.